പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിഷയത്തിൽ താൽക്കാലിക പരിഹാരവുമായി ഉദ്യോഗസ്ഥർ. ഒരാഴ്ചയ്ക്കകം കോളേജ് ബസ് ലഭ്യമാക്കും. അടുത്ത ബാച്ച് വിദ്യാർത്ഥികൾ പഠനത്തിന് ചേരുന്നതിന് മുൻപ് പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാനും തീരുമാനമായി. PT അംഗങ്ങളും DMEയുമായി ചേർന്ന യോഗത്തിലാണ് താൽക്കാലിക പരിഹാരമായത്. വിഷയം ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിൽ എത്തുമെന്ന് PT അംഗങ്ങൾ അറിയിച്ചു. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിഷയത്തിൽ താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് DME. കോളേജിന് അനുയോജ്യമായ കെട്ടിടത്തിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് കെട്ടിടം കണ്ടെത്തി അവിടേക്ക് മാറും. INC അംഗീകാരം സമയബന്ധിതമായി കരസ്ഥമാക്കും. ഒരാഴ്ചയ്ക്കകം ബസ് സൗകര്യം ഉറപ്പാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. ഞങ്ങളിപ്പോൾ ക്ലിനിക്സിലൊക്കെ പോകുമ്പോഴായാലും അവിടെ പലരും പറഞ്ഞ് നിങ്ങൾ ആ തട്ടിക്കൂട്ട് സ്ഥാപനത്തിൽ പഠിക്കുന്ന പിള്ളേരല്ലേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിയേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇവിടെ വന്നപ്പോൾ ഈ 60 പേരിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പായിട്ട് ആ നവകേരള സദസ്സിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഒരു സ്ട്രൈക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് പലരും ഇതിന് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ 60 പേരിൽ പലരും, കാരണം ഈ സ്ട്രൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നവകേരള സദസ്സ് നടക്കുകയല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞവരാണ് ഈ പകുതി പേരും. ഇന്ന് ഈ 60 പേര് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പരിതാപകരമായ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ കോളേജിലെ പിള്ളേരും സെക്കൻഡ് സെമിനോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം. ഞങ്ങളുടെ INC അപ്രൂവലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കോളേജ് ക്യാമ്പസ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഒരു കോളേജ് ബസ്. ഞങ്ങൾ ഈ GH പോസ്റ്റിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വെയിലത്ത് നടന്നാണ് ഞങ്ങളുടെ കോളേജിൽ എത്തുന്നത്. ഞങ്ങൾ അത്രയും നേരം അവിടെ വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഇത്രയും നടക്കാന്ന് വെച്ചത് വലിയൊരു കഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം നല്ല പാടാണിത്. കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങളും INC അംഗീകാരവും ആവശ്യപ്പെട്ടായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് സംഘടിപ്പിച്ചത്. INC അംഗീകാരം ലഭ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ 1ാം സെമസ്റ്റർ പരീക്ഷാഫലം ആരോഗ്യ സർവകലാശാല തടഞ്ഞുവച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് പരീക്ഷാഫലം പുറത്തുവിട്ടത്. INC അംഗീകാരത്തിൽ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. കുട്ടികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ട സൗകര്യങ്ങളിലാണ് നിലവിൽ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സംയുക്ത യോഗത്തിൽ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിദ്യാർത്ഥികളുടെ വിശ്വാസം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.